റിലേഷൻഷിപ്പ് ചാലഞ്ചസ്, നമ്മൾ ഏത് റിലേഷൻഷിപ്പ് ആണെങ്കിലും അവിടെയൊക്കെ പല വിധത്തിലുള്ള ചാലഞ്ചസ് ഉണ്ടാവാനുള്ള ഒരു പോസിബിലിറ്റി അവിടെ ഉണ്ട്. ചാലഞ്ചസ് എപ്പോഴും ഉണ്ടാവണമെന്നില്ല. അത് നല്ല രീതിയിൽ നമുക്ക് പലപ്പോഴും ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവിടെ കുറച്ച് പ്രോബ്ലംസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാനുള്ള ഒരു ചാൻസസ് അവിടെ ഉണ്ട് അല്ലെ. അപ്പൊ നിങ്ങളുടെ മൈൻഡിൽ ഇപ്പോൾ വരുന്ന എന്തെങ്കിലും നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിങ്ങൾ കാണുന്ന അല്ലെങ്കിൽ നിങ്ങൾ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുന്ന റിലേഷൻഷിപ്പ് ചാലഞ്ചസ് ഒന്ന് ടൈപ്പ് ചെയ്യാം. എന്തെങ്കിലുമൊക്കെ നമ്മുടെ റിലേഷൻഷിപ്പിൽ പാരന്റ്സ് ചിൽഡ്രൻ അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫ് അല്ലെങ്കിൽ മറ്റു ഫാമിലി മെമ്പേഴ്സ് നമ്മളുടെ ഓൾഡ് ആയിട്ടുള്ള വയസ്സായിട്ടുള്ള മാതാപിതാക്കളുള്ള സമയത്തുണ്ടാവും, അല്ലെങ്കിൽ നമ്മളുടെ ഇൻലോസ് കല്യാണം കഴിച്ച വീട്ടിലുള്ള ആളുകളുമായിട്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് വർക്ക് ചെയ്യുന്ന സ്ഥലത്തുള്ള അങ്ങനെ ആരുമായിട്ടാണെങ്കിലും നമുക്ക് റിലേഷൻഷിപ്പിൽ ഉണ്ടാകാവുന്ന ചാലഞ്ചസ് നിങ്ങളുടെ മൈൻഡിലുള്ളത് ഒന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, വരട്ടെ. എന്തൊക്കെ ചാലഞ്ചസ് ഉണ്ടാവാം നമ്മുടെ റിലേഷൻഷിപ്പിൽ? ഓക്കെ, കമ്മ്യൂണിക്കേഷനിൽ ക്ലാരിറ്റി വന്നു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നുള്ളത്, എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. പിന്നെ ആ ഒരു ടോപ്പിക് നിങ്ങളുടെ മൈൻഡിലേക്ക് ഒന്ന് വരാൻ വേണ്ടിയിട്ടാണ്. എന്തൊക്കെ പ്രശ്നങ്ങളാണ്, എന്തൊക്കെ ചാലഞ്ചസ് ആണ് നമ്മളുടെ ഒരു റിലേഷൻഷിപ്പിൽ നമുക്ക് സാധാരണ നമ്മൾ കണ്ടുവരുന്നത്? ആലോചിക്കാനുള്ള ഒരു ടൈമാണെന്ന് തോന്നുന്നു. എന്താണ് നിങ്ങൾ മനസ്സിലേക്ക് വരുന്നത്? അങ്ങനെ അതിൽ ശരിയും തെറ്റൊന്നുമില്ല. എന്തൊക്കെ എവിടെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചാലഞ്ചസ് നല്ല കേട്ടോ. ക്വസ്റ്റ്യൻ ജനറലി എന്തൊക്കെ ചാലഞ്ചസ് വരാമെന്നാണ്. ഓക്കെ, സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാൻ കഴിയാതിരിക്കുക. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലക്ച്വേറ്റിംഗ്, മറ്റുള്ളവരുടെ നിയമങ്ങളെ നമ്മൾ മറികടക്കാന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഒരുപാട് ചാലഞ്ചസ് വരാം റിലേഷൻഷിപ്പില്. പിന്നെ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് അല്ലേ. ഓക്കെ, പിന്നെ എന്താണ് നമ്മൾ ഫ്ലക്ച്വേറ്റിംഗ് തേർ ലോസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ചാലഞ്ചും ഇല്ല റിലേഷൻഷിപ്പിൽ. എവിടെ ഒരു ചാലഞ്ചസും നിങ്ങൾക്ക് ഉണ്ടോന്നല്ല കേട്ടോ ക്വസ്റ്റ്യൻ. ജനറൽ ആയിട്ട് നമ്മൾ ആളുകളുടെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെ ചാലഞ്ചസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്? ഓക്കെ, ഡിഫറെന്റ് ടൈംസിൽ. ഓക്കെ, വാല്യൂസിൽ ഡിഫറൻസ് വരുമ്പോൾ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും അണ്ടർസ്റ്റാൻഡിങ്ങിൽ ട്രസ്റ്റ് ഇഷ്യൂസ് വരാം. അല്ല, വാല്യൂസിലും വരാം, ട്രസ്റ്റ് ഇഷ്യൂസ് വരാം. പിന്നെ നമുക്ക് എന്തെങ്കിലും ബിഹേവിയറൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവിടെയും പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസസ് ഒക്കെ ഉണ്ടാവാം. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. സ്ട്രെസ് വരാം. ഇതിന്റെ എല്ലാം ഒരു റിസൾട്ട് ആയിട്ട് നമുക്ക് വരുന്ന പല രീതിയിലുള്ള സ്ട്രെസ് വരുന്നു, ആൻസൈറ്റി വരുന്നു. പലപ്പോഴും ആ ചാലഞ്ചസിന്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഡിപ്രഷനിലേക്കും അങ്ങനെയുള്ള മെന്റൽ ഹെൽത്ത് പ്രശ്നങ്ങളിലേക്കൊക്കെ പോകുന്നു. ക്രിട്ടിക്കൽ കണ്ടീഷനിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മനസ്സിലാക്കി ഒന്നും മാനേജ് ചെയ്യുന്നില്ല, അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല. പിന്നെ നേരത്തെ പറഞ്ഞു കമ്മ്യൂണിക്കേഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന പ്രശ്നങ്ങൾ വരാം. പിന്നെ എന്തൊക്കെ പ്രശ്നങ്ങൾ വരാം? എന്തൊക്കെ ചാലഞ്ചസ് ആണ് ശരിക്കും ഒരു റിലേഷൻഷിപ്പിൽ വരാൻ ചാൻസ്? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ കഴിയാതിരിക്കുക. അതുപോലെ നേരത്തെ പറഞ്ഞ ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാവുക, ആർഗ്യുമെന്റ്സ് വരും അല്ലെ. അതാണ് ഏറ്റവും കൂടുതൽ വരുന്നുണ്ടാവുക. ചിലപ്പോൾ നീ ഞാൻ എന്നുള്ള രീതിയിൽ ആർഗ്യുമെന്റ്സ് ഉണ്ടാവും. ചിലത് ആർഗ്യുമെന്റ്സ് ഇല്ലാതെ തന്നെ അതിന്റെ ഒരു സ്റ്റോൺ വാളിങ് വരും. ഒന്നും മിണ്ടാതെ അത് ഫേസ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് മിണ്ടാതെ പിറകിലേക്ക് പോകുന്നതായിട്ട് വരും. അപ്പൊ ഇങ്ങനെ ഒരുപാട് താങ്ക്സ് ഫോർ ഷെയറിങ്. അങ്ങനെ ഒരുപാട് ചാലഞ്ചസ് നമുക്ക് റിലേഷൻഷിപ്പിൽ ഉണ്ടാവും. അപ്പൊ ആദ്യം നമുക്ക് ഈ കോൺഫ്ലിക്റ്റുകളൊക്കെ വരുന്നതിന്റെ ഒരു സോഴ്സസ് നമുക്ക് നല്ല പരിചയമുള്ള സംഭവങ്ങളായിരിക്കാം, എന്നാലും ജസ്റ്റ് സോഴ്സസിലൂടെ ഒന്ന് പോവാം ആദ്യം. അപ്പൊ എന്തൊക്കെ സോഴ്സസ് ആണ്? നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ആണ് കേട്ടോ. നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു പ്രശ്നങ്ങളിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ചാലഞ്ചസ് ഉണ്ടാക്കുന്ന കാരണങ്ങൾ അല്ലെങ്കിൽ അതിന്റെ സോഴ്സസ്. അപ്പൊ ഇത് ഓരോന്നിലൂടെ ജസ്റ്റ് ഇങ്ങനെ ഓടിച്ച് പോവുക ചെയ്യുന്നത്. ആ പോകുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും നിങ്ങളുടേതുമായിട്ട് റെസണേറ്റ് ചെയ്യുന്നതുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ എഴുതി വെക്കണം, അത് പോയിന്റ് എഴുതി വെക്കാം. ഓക്കെ, ചിലപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷനിൽ എന്റെ അടുത്താണോ വരുന്നത് അല്ലെങ്കിൽ കൂടെയുള്ളവരുടെ അടുത്താണോ എന്നുള്ളത് ഇല്ല. ഇവിടെ നിങ്ങളുടെ ഒരു എൻവയോൺമെന്റിൽ ഇതിൽ ഏതെങ്കിലുമൊക്കെ കോസസ് അല്ലെങ്കിൽ ഒരു സോഴ്സസ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല, പക്ഷെ നിങ്ങൾ അത് നോട്ട് ചെയ്ത് വെക്കാം. ഒന്ന്, പൂർ കമ്മ്യൂണിക്കേഷൻ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാളുടെ ഭാഗത്തോ അല്ലെങ്കിൽ രണ്ടുപേരുടെ ഭാഗത്തോ, രണ്ട് പേരെന്ന് പറയുമ്പോൾ നമ്മളിവിടെ കപ്പിൾ റിലേഷൻ അല്ല, എനി റിലേഷൻഷിപ്പാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ അവിടെ കമ്മ്യൂണിക്കേഷനിൽ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ല രീതിയിൽ എഫക്റ്റീവ് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കാതിരുന്നാൽ, ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ നടന്നു കഴിഞ്ഞാൽ അവരുടെ ഫീലിങ്സ്, തോട്ട്സ്, അതുപോലെ അവരുടെ നീഡ്സ്, ഇതെല്ലാം നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാതിരുന്നാൽ അവിടെ റിലേഷൻഷിപ്പിൽ പലവിധ പ്രശ്നങ്ങൾ വരും. ജഡ്ജ്മെന്റൽ ആയിട്ടുള്ള തോട്ട്സ് വരും, അതനുസരിച്ചിട്ടുള്ള ആർഗ്യുമെന്റ്സ് വരും, പല പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ എക്സ്പെക്ടേഷൻസ്, ചിലത് അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്ടേഷൻസ് നമ്മൾ വരുന്നുണ്ട്. എക്സ്പെക്ടേഷൻസ് നമ്മൾ അവിടെ കൂടി പറയും. അതേപോലെ അൺമെറ്റ് എക്സ്പെക്ടേഷൻസ്, നമ്മൾക്ക് ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഉണ്ടാവും, അതൊന്നും എന്ത് ചെയ്യുന്നില്ല, ആ ഒരു സ്കെയിലിൽ എത്തുന്നില്ല എങ്കിൽ അവിടെ ഒരുപാട് ഇന്റേണൽ സ്ട്രഗിൾ ഉണ്ടാവും. ആ ഇന്റേണൽ സ്ട്രഗിൾ തന്നെ പുറത്തേക്ക് ബിഹേവിയറിലൂടെ ആ ഒരു റിലേഷൻഷിപ്പിൽ അതിങ്ങനെ പുറത്തേക്ക് വരും. റിലേഷൻഷിപ്പിൽ എക്സ്പെക്ടേഷൻ എന്ന് പറയുമ്പോൾ ചിലതെല്ലാം ബേസിക് നീഡ്സ് തന്നെ ഉണ്ടാവും കേട്ടോ. ഇമോഷണൽ സപ്പോർട്ട്, ഫിനാൻഷ്യൽ സപ്പോർട്ട്, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള നീഡ്സ് തന്നെ ഉണ്ടാവും. പക്ഷെ എന്നാലും അതിലേക്ക് എത്തിയിട്ടില്ല എങ്കിൽ അത് അവിടെ പ്രശ്നങ്ങളായിട്ട് വരും. പിന്നെ ഫിനാൻഷ്യൽ ഇഷ്യൂസ്, പവർ ഇംബാലൻസ്, ആരെങ്കിലും ഒരാൾ മറ്റാളെ ഡോമിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഭയങ്കര കൺട്രോളിങ് ഉണ്ടാവുക, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു ബാലൻസ് ഇല്ലാതെ വരുമ്പോൾ പ്രശ്നങ്ങളിലേക്ക് പോകും. ലാക്ക് ഓഫ് ഇമോഷണൽ ഇന്റിമസി, ഡിഫറെന്റ് വാല്യൂസ് ഓർ ഗോൾസ്, പല വിധ വാല്യൂസ്. ഇത് ആണ് ഇന്നലെ നമ്മളൊരു എക്സാമ്പിൾ ഓൾറെഡി ഇന്നലെ അവിടെ ഉണ്ടായിരുന്നു അല്ലേ. ചെറിയ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ. ഒരാൾ ഭയങ്കര ക്ലീനിങ്ങിലാണ്, ഒരു പേഴ്സണ് ഭയങ്കര ശ്രദ്ധ ഉള്ളത്, എന്നാൽ മറ്റേ ആൾക്ക് അതിലല്ല. കുക്കിംഗ്, നല്ല ഫുഡ്, അതിലൊക്കെയാണ്. അങ്ങനെയുള്ള ചില വാല്യൂസിൽ ഡിഫറൻസ് വരുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ എന്നും ഇതൊരു ക്ലാഷ് ആയിട്ട് മാറും.
പലപ്പോഴും രണ്ടുപേരും ഒരാൾ മാത്രം മനസ്സിലാക്കുന്ന അവസ്ഥ ഉണ്ട്. അതേപോലെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി അതിൽ മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ അതിപ്പം മക്കളാവും, നമ്മളിപ്പോ ഒരു വീട്ടിൽ താമസിക്കുന്ന നമ്മുടെ പാരന്റ്സ് ഒക്കെ ഉണ്ട് ഒരു വീട്ടിൽ എന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് പ്രായമായ പാരന്റ്സ് ഒക്കെ ആണെങ്കിൽ അവരുടെ വാല്യൂസും കൂടെയുള്ളവരുടെ വാല്യൂസ് ഒക്കെ തമ്മിൽ ചിലപ്പോൾ നല്ല ഡിഫറൻസ് ഉണ്ടാവും. പക്ഷെ അപ്പൊ അതിനെ മനസ്സിലാക്കി അത് ഒരു റെക്കോർഡ് കൂടി എങ്ങനെ അതിനെ മാനേജ് ചെയ്യാം എന്നുള്ളത് നമുക്ക് അറിഞ്ഞിട്ടില്ല എങ്കിൽ അവിടെ നല്ല ഒരു ചാലഞ്ചസും പ്രശ്നങ്ങളിലേക്കും പോകാൻ ചാൻസ് ഉണ്ട്. ജലസി ആൻഡ് ട്രസ്റ്റ് ഇഷ്യൂസ്. ജലസി അങ്ങോട്ടും ഇങ്ങോട്ടും അസൂയ. ട്രസ്റ്റ് ഇഷ്യൂസ് ഇന്ന് ഒരുപാട്, അതായത് ഇപ്പം പാരന്റ്സിന് മക്കളുടെ കാര്യത്തിൽ ആ ഒരു ട്രസ്റ്റ് ഇല്ലായ്മ ഒരു പക്ഷേ പല അനുഭവങ്ങളിൽ നിന്നായിരിക്കാം. പക്ഷെ എങ്കിൽ പോലും ആ ട്രസ്റ്റ് അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് നല്ല ചാലഞ്ചസ് വരും. അതുപോലെ കപ്പിൾസിന്റെ റിലേഷൻഷിപ്പിലൊക്കെ ട്രസ്റ്റ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് നല്ല വലിയ പ്രശ്നത്തിലേക്ക് പോകും. പിന്നെ പാരന്റിങ് ഡിസഗ്രിമെന്റ്സ്, കുട്ടികളും പാരന്റ്സും തമ്മിലുള്ള ഡിസഗ്രിമെന്റ്സ്, ഇത് കോഴ്സസ് പറഞ്ഞു പോവാണ്. പിന്നെ നമ്മൾ അതിന്റെ എങ്ങനെ നമുക്കത് സോൾവ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യാം എന്നുള്ളതിലേക്കാണ് നമ്മൾ ഇന്ന് കൂടുതൽ ഫോക്കസ് ചെയ്യാട്ടോ. ലാക്ക് ഓഫ് ഫിസിക്കൽ ഇന്റിമസി, പിന്നെ അതായത് ഫിസിക്കലി ഇന്റിമസി ആവശ്യമുള്ളിടത്താണെങ്കിൽ കപ്പിൾ റിലേഷനിൽ അതേപോലെ പാരന്റ്സ് ചിൽഡ്രനിലൊക്കെ ആണെങ്കിൽ ആ ഒരു ഇന്റിമസി ഇല്ല എങ്കിൽ, ഇമോഷണൽ ഇന്റിമസി ഫിസിക്കൽ ഇന്റിമസി ഇല്ല എന്നുണ്ടെങ്കിൽ പ്രോബ്ലത്തിലേക്ക് പോകും. അഡിക്ഷൻ ബിഹേവിയേഴ്സ് ഉണ്ടാകും എന്തെങ്കിലുമൊക്കെ. ഇപ്പൊ മെയിൻ ആയിട്ട് വരുന്നത് ഇപ്പൊ നമുക്ക് മുമ്പ് നമ്മൾ അഡിക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ആൽക്കഹോൾ അഡിക്ഷൻ അല്ലെങ്കിൽ മയക്കുമരുന്ന് അതിലേക്കൊക്കെ പോകും. ഇപ്പൊ അതിനേക്കാളൊക്കെ ഏറ്റവും ദുരന്തമായിട്ടുള്ള അഡിക്ഷൻ എന്താണ്? സ്ക്രീൻ അഡിക്ഷൻ ആണ്. അത് എത്രത്തോളം ഇപ്പൊ ഇതോരോന്നും നോട്ട് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾ നോക്കണം ഇതിൽ ഏതെങ്കിലും നിങ്ങളുടെ ഒരു എൻവയോൺമെന്റിൽ ചെറുതായിട്ടെങ്കിലും എവിടെയെങ്കിലൊക്കെ കാണുന്നുണ്ടോ എന്നുള്ളത്. മെന്റൽ ഹെൽത്ത് ചാലഞ്ചസ് ആർക്കെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും മെന്റൽ ഹെൽത്ത് ചാലഞ്ചസ് ബിഹേവിയറിലും ഇതിലൊക്കെ വരുന്നുണ്ട് എങ്കിൽ കൂടെ ഉള്ളവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ ഒന്ന്, രണ്ടാമത് മനസ്സിലായാലും അവർ അതിനെ മാനേജ് ചെയ്യാൻ അവർക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ അത് നല്ല പ്രയാസത്തിലേക്ക് വരും. ഒരുപാട് കുടുംബങ്ങളിൽ ആളുകൾ അനുഭവിക്കുന്നതാണ് ഇതുപോലെ മെന്റൽ ഹെൽത്ത് ചാലഞ്ചസ് ഉള്ളവർ. ആ വ്യക്തികളും അനുഭവിക്കും, കൂടെ ഉള്ളവർക്കും. അപ്പൊ അത് നല്ല പ്രയാസങ്ങൾ ഉണ്ടാക്കും. സ്ട്രെസ് ആൻഡ് എക്സ്റ്റേണൽ പ്രഷർ, പിന്നെ പാസ്റ്റ് കോൺഫ്ലിക്ട്സ്, എന്തെങ്കിലും പണ്ട് നടന്ന എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ട് അത് റിസോൾവ് ചെയ്തിട്ടില്ല, അവിടെ കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങൾ വരുമ്പോഴേക്കും ആ ഒരു പാസ്റ്റിലുള്ള ഇഷ്യൂവിനെ പുറത്തേക്ക് കൊണ്ടുവന്ന് ഇത് കുറച്ച് കാരണങ്ങൾ വളരെ ഫെമിലിയർ ആയിട്ടുള്ള കുറച്ച് കാരണങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിട്ടുള്ളത്. അപ്പൊ ഇതിൽ നിങ്ങളുടെ ലൈഫുമായിട്ട് റെസൊണേറ്റ് ചെയ്ത ഏതെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇനി അതല്ല ഇതല്ലാത്ത വേറെയും കാരണങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കാരണങ്ങൾ നിങ്ങളുടെ മൈൻഡിലേക്ക് ഇപ്പോൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്യാം. ഇതൊക്കെ ജനറൽ ആയിട്ടുള്ള കുറച്ച് കോസസ് അല്ലെങ്കിൽ സോഴ്സസ് കോൺഫ്ലിക്ട്സിൽ ഉണ്ടാവുന്നത് അതാണ് ഇപ്പൊ പറഞ്ഞത്. പിന്നെ ഇതിലൊന്നും അല്ലാത്ത ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവാം. അപ്പൊ അതെന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ മൈൻഡിൽ ഇപ്പോൾ വന്നതുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ടൈപ്പ് ചെയ്യാം. എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഓൾമോസ്റ്റ് എല്ലാതും കവർ ചെയ്തിട്ടുണ്ട്. Okay, whatever be the situation, their wish should be done always. Okay, അത് നമ്മുടെ എക്സ്പെക്ടേഷൻ അല്ലെ. എന്തൊക്കെയാണ് സിറ്റുവേഷൻ ഉണ്ടെങ്കിലും ഞാൻ എന്താണോ വിചാരിച്ചത് അത് അവിടെ നടന്നിരിക്കണം. ഷുഡുകളും മസ്റ്റുകളും, ഷുഡ് ആൻഡ് മസ്റ്റുകൾ അല്ലെ. തിങ്കിങ് ഇറേഴ്സ്, അതെ, നമ്മളുടെ തിങ്കിങ് ഇറേഴ്സ് നമ്മളിൽ ഭയങ്കരമായിട്ട് പലവിധ കോൺഫ്ലിക്റ്റുകൾക്കും കാരണമാക്കും. പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തോട്ട്, പിന്നെ അതുപോലെ ഷുഡുകൾ മസ്റ്റുകൾ, ഇതെല്ലാം കോൺഫ്ലിക്റ്റിലേക്ക് നയിക്കും. ഓക്കെ, അപ്പൊ ഓൾമോസ്റ്റ് ഇനി ഉണ്ടാവും ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവും. അതിൽ മെയിൻ ആയിട്ടുള്ള കുറച്ച് കോസസ് ആണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു സോഴ്സ്, കോൺഫ്ലിക്ട്സുകൾ വരാനുള്ള സോഴ്സുകൾ. നമുക്ക് വേണ്ടത് എന്താണ്, ഇതൊക്കെ എങ്ങനെ ഒന്ന് സോൾവ് ചെയ്ത് പോകാം എന്നുള്ളത്. അപ്പൊ അത് കുറച്ച് കാരണങ്ങളിലേക്ക്, കുറച്ച് സൊല്യൂഷൻ മെത്തേഡുകളിലേക്കൊക്കെ നമുക്കൊന്ന് പോയി നോക്കാം.